السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരിശുദ്ധമായ ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിയത് അവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതിനേക്കാൾ ആനന്ദത്തോടെ റബ്ബിന്റെ സ്വർഗീയ ലോകത്ത് സംഗമിക്കാനും അല്ലാഹു നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നമ്മൾക്കിടയിൽ നിന്ന് യാത്ര തിരിച്ച മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അതിന്റെ പൂർണ്ണമായ സവാബും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനായിരുന്ന പ്രവാചകർ ദബീഹുല്ലാഹി ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ ഉമ്മയായിരുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹായുടെയും ഒക്കെ പരിപാവനമായ ഓർമ്മകളെ തികട്ടിയെടുത്ത് കൂടുതൽ സ്മരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള അഭിവാജ്ഞയോടുകൂടെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. രണ്ട് പെരുന്നാളുകൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആരാധനയുടെ ദിവസങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ടത് തക്ബീറുകളുമാണ്. തക്ബീർ ജീവിതത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു വചനമാണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ നിരന്തരമായി ഓരോ ദിവസങ്ങളിലും 5 നേരം എന്ന് മാത്രമല്ല, ഭൂമിയിൽ നമ്മൾ പിറന്നു വീണാൽ ആദ്യം ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലും നമ്മൾ കേൾക്കുന്നത്, അതല്ലെങ്കിൽ തക്ലീഫോ വിവേകമോ ബുദ്ധിയോ ഇല്ലാത്ത സമയത്തും നമ്മൾ ആദ്യമായി ചെവിയിൽ കേൾക്കുന്നതും അല്ലാഹു അക്ബർ എന്നാണ്. 5 നേരത്തെ നമസ്കാരങ്ങളിലും ഓരോ അനക്കങ്ങളിലും നീക്കങ്ങളിലും നമ്മൾ ചൊല്ലുന്നതും കേൾക്കുന്നതും തക്ബീറാണ്. ഈ പരിശുദ്ധമായ തക്ബീർ വെറും നാവ് കൊണ്ട് മാത്രം മൊഴിയാനുള്ളതല്ല. ഈ തക്ബീർ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോഴാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതും അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും അർത്ഥവത്തായി മാറുന്നത്. അല്ലാഹു വലിയവനാണ് എന്ന് ഹൃദയത്തെ ധരിപ്പിക്കാൻ നമുക്കായാൽ കാണുന്ന വേദനകളോ അനുഭവിക്കേണ്ടി വരുന്ന നീരസങ്ങളോ പ്രയാസങ്ങളോ നമുക്കൊരു ഭാരമായി അനുഭവപ്പെടില്ല. വലിയവൻ അല്ലാഹു ആണെന്ന ധാരണ ഹൃദയത്തിൽ എന്നെഴുതി വെക്കുന്നുവോ നമ്മൾ അന്ന് തൊട്ട് വിജയത്തിന്റെ ആരംഭം കുറിക്കുകയായി. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച ഈ ഭൂമിയിൽ സുഖങ്ങൾ മാത്രമല്ല അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ഈമാൻ കനപ്പെടുന്നതിനനുസരിച്ച് വേദന നിറഞ്ഞ കൈപ്പേറിയ പരീക്ഷണങ്ങളുടെ ചില ഘട്ടങ്ങളും മനുഷ്യൻ നേരിടേണ്ടി വരും. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്. പക്ഷേ ഏത് പ്രയാസകരമായ ഘട്ടങ്ങളിലും അല്ലാഹുവിനെ കയ്യിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ തുടച്ചു നീക്കാൻ ഒരു വിശ്വാസി ശ്രമിക്കരുത്. അല്ലാഹുവിലേക്കുള്ള ദീനിന്റെ പ്രബോധനം ഏറ്റെടുത്തു ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്രൂദ് കത്തിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജീവനോടെ കരിക്കുവാനുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളും നമ്രൂദ് ഒരുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സൃഷ്ടികൾ എടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിർബന്ധമായും അവർ കരിക്കുമെന്നുറപ്പായപ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും ഒന്ന് വിങ്ങിപ്പൊട്ടി അട്ടഹസിച്ചു എന്നാണ്. فضجت الملائكة فضجت السماوات والأرض ومن فيهن والملائكة
ആകാശഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളും മലക്കുകൾ പോലും വല്ലാത്ത ശബ്ദത്തോടെ അട്ടഹസിച്ചു റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി ഇബ്രാഹിം ലൈസ അഹദുൻ യഅബുദുക ഫിൽ അർദി ഗൈറു, ഭൂമിയിൽ ഇബ്രാഹിം അല്ലാതെ നിന്നെ ആരാധിക്കുവാൻ ഒരാളില്ലല്ലോ തമ്പുരാനെ. എന്നിട്ട് നിന്റെ സൃഷ്ടികൾക്ക് അവരെ കരിക്കാൻ വിട്ടുകൊടുക്കുകയാണോ? അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കട്ടെ ഇബ്രാഹിം നബിയെ. അല്ലാഹു പറയാണ്, ഫഇൻ ഇസ്തഗാസ ബിശൈഇൻ മിൻകും ഔ ദഅാഹു, നിങ്ങളിൽ ആരെങ്കിലും ഇബ്രാഹിം വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ ഞാൻ അതിനു വേണ്ട സമ്മതം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ ഇബ്രാഹിം നബിയെ സഹായിക്കാൻ ഞാൻ സമ്മതം നൽകുകയാണ്. പക്ഷേ ഞാനല്ലാത്ത ഒരാളെ ഇബ്രാഹിം നബി വിളിച്ചില്ല എങ്കിൽ, എന്നെ മാത്രമേ ഇബ്രാഹിം വിളിച്ചുള്ളൂ എങ്കിൽ, എനിക്ക് ഇബ്രാഹിമിനെ നന്നായി അറിയാം, ഞാൻ അപ്പോൾ അവന് വേണ്ട എല്ലാ പരിചരണവും നൽകുമെന്ന് ഇബ്രാഹിം നബിയെ മനോഹരമായി അവർ സംവിധാനിച്ചിട്ടുള്ള എത്രയോ ഉയരങ്ങളിൽ പറക്കുന്ന പറവകൾ പോലും വെന്തുരുകി കുണ്ടാളത്തിൽ വീണിരുന്ന എത്ര ശക്തമായ അഗ്നിയായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഇബ്രാഹിം നബിയെ ദൂരെ എന്നതിലേക്ക് എറിയാൻ സന്നാഹങ്ങൾ കണ്ടുവെക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയെ തീയിലിടാൻ ഒരുക്കമായി എന്ന് കണ്ടപ്പോൾ ജലത്തിന്റെ ചുമതലയുള്ള മലക്കുകൾ ഇബ്രാഹിം നബിയോട് അരികിൽ വന്ന് ചോദിച്ചു അത്രേ, നിങ്ങൾ സമ്മതം നൽകുകയാണെങ്കിൽ ഈ തീയിനെ, അഗ്നിയെ ഞങ്ങൾ ജലം ഉപയോഗിച്ചു കെടുത്താം. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല, നിങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോഴാണ് കാറ്റിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരുന്നത്. ചോദിക്കുകയാണ്, നിങ്ങൾ സമ്മതം നൽകുകയാണെങ്കിൽ തീയിനെ ഞാൻ ചുമന്നു കൊണ്ടുപോകാം. അപ്പോഴും പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയുന്നു റബ്ബിനോട്, അല്ലാഹുമ്മ അൻതൽ വാഹിദു ഫിസ്സമാ, ആകാശത്തിൽ ഒരുവനായി നിലകൊള്ളുന്ന റബ്ബേ, വഅനൽ വാഹിദു ഫിൽ അർദ്, ഭൂമിയിൽ ഏകനായി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ ഇബാദത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അസഹനീയമായതുകൊണ്ടാണ് ഈ നാട്ടിലെ അധിപൻ എന്നെ കരിക്കാൻ ഒരുമ്പിടുന്നത്. പ്രതീക്ഷ മൊത്തം നിന്നിലാണ്. അതുകൊണ്ട് ഞാനല്ലാതെ ഒരാൾ ഇവിടെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ എനിക്ക് നീ തന്നെ മതി, നീയല്ലേ ഏൽപ്പിക്കപ്പെടാൻ ഉചിതൻ, അതുകൊണ്ട് നീ എന്റെ കാര്യം ഏറ്റെടുക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറയുന്ന ഒരു രംഗമുണ്ട്. അതാണ് ചരിത്രത്തിലേറെ ശ്രദ്ധേയമായത്. അല്ലാഹു പറയുന്നു, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ശരീരത്തിൽ തണുപ്പാകൂ അഗ്നി, എന്റെ നിയന്ത്രണം കൊണ്ടാണ് നീ ചലിക്കുന്നതെങ്കിൽ നിന്നെ സൃഷ്ടിച്ച പടച്ചവൻ പറയുന്നു നീ തണുപ്പായി മാറി നിൽക്കണം എന്ന്. ഇബ്രാഹിമിന്റെ ഒരു രോമം പോലും നിന്റെ ചൂട് തൊട്ടുപോകരുത് എന്ന്. ഹല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക അൻത വബൈനല്ലാഹ്, ഹല്ലക സദഖാതുൻ തഖ്ഫാ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. എപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്, നാമും റബ്ബും തമ്മിൽ എന്ത് രഹസ്യബന്ധമാണുള്ളത്? നാമും റബ്ബും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഹല്ലക സദഖാതുൻ തഖ്ഫാ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. നാമും നമ്മുടെ റബ്ബും മാത്രം രഹസ്യമായി അറിയുന്ന എന്തെങ്കിലും നന്മകളോ അനുഷ്ഠാനങ്ങളോ റബ്ബുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന്. പിന്നെ എങ്ങനെയാണ് പാരത്രിക ലോകത്തെ മോക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹുവിൽ നിന്നുള്ള മോക്ഷം എങ്ങനെയാണ് നമ്മൾ പിന്നീട് കാത്തിരിക്കുന്നത്? റബ്ബേ, ഇബ്രാഹിമി സരണിയിൽ നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ്
നൽകണേ അല്ലാഹ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ, ഈ പരിശുദ്ധമായ സിറാത്തുൽ മുസ്തഖീമിലൂടെ നിങ്ങൾ ചലിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതോടുകൂടെ വഅനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മനോഹരമായ പാന്താവ് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിയണം എന്നും അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇസ്മായിൽ നബിയാണ് വൽകുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സുദ്ദീഖൻ നബിയാ, ഇസ്മായിൽ നബി എപ്പോഴും നിങ്ങൾ ഓർക്കണേ, അവർ സത്യസന്ധരായ പ്രവാചകരായിരുന്നു. ജീവിതത്തിൽ ഇതൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോ സോഷ്യൽ മീഡിയ ആയാലും മനുഷ്യന്റെ സ്വന്തം കുടുംബ ബന്ധങ്ങൾ ചേരുന്ന ഇടങ്ങളായാലും ഫുള്ള് തെറിയും വിളിയും. പണ്ടെന്നോ സംഭവിച്ച ഒരു വിഷയത്തിന്റെ ബാക്കി മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. തക്കം കിട്ടുമ്പോൾ കാച്ചണം നിന്ന്. പെരുന്നാളാണ്, കുടുംബങ്ങളൊക്കെ ഒത്തുചേരും, എന്നാലും വരും ചില അടിയും പിടിയും, ചില ഉരസലുകളും കേസുകളൊക്കെ. നമ്മളൊന്ന് മാറണം. എത്ര കാലമാണ് നമുക്ക് ഇവിടെ ഭൂമിയിൽ ജീവിതവും ചലനവും ഉള്ളത്? നല്ല നല്ല ചരിതങ്ങളും നല്ല നല്ല ചലനങ്ങളും നിനക്കുണ്ടായാൽ റബ്ബിന്റെ അരികിൽ രക്ഷപ്പെടാൻ അതുമാത്രം നിനക്ക് മതി. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 5 പെരുന്നാളുകളാണ് ഒരു മനുഷ്യനുള്ളത് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 5 പെരുന്നാൾ. ഈ 5 പെരുന്നാൾ എല്ലാവർക്കും ഉണ്ടാവും. അത് രോഗിയായാലും മുതലാളിയായാലും തൊഴിലാളിയായാലും. അതിൽ ഒന്നാമത്തെ പെരുന്നാൾ നല്ല പെരുന്നാളായാൽ ബാക്കി 4 പെരുന്നാളും അവന് നിർബന്ധമാണ്. ഒന്നാമത്തെ പെരുന്നാൾ അല്ലാണ്ടായാൽ മറ്റുള്ള 4 പെരുന്നാളും അവന് നഷ്ടവുമാണ്. അനസ് ബിൻ മാലിക് തങ്ങൾ പറയാണ്, ഒന്നാമത്തെ പെരുന്നാൾ കുല്ലു യൗമിൻ യമറുൽ മുഅ്മിനു ഫീഹി വലാ യുക്തബു അലൈഹി ദംബുൻ ഫഹുവ യൗമുൽ ഈദ്. ഏത് വിശ്വാസിയും ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും വൈകുന്നേരം അവൻ രാവിലെ എണീറ്റത് തൊട്ട് കിടക്കയിൽ കിടക്കാൻ, തലയിണയിൽ തലവെച്ച് ശിരസ് വെച്ച് കിടക്കാൻ എത്തും വരെ ഒരു തെറ്റും അവന്റെ ചുമലുകളിലെ ഏടുകളിൽ എഴുതപ്പെട്ടില്ലെങ്കിൽ അവനന്ന് പെരുന്നാളാണ്, അവനന്ന് പെരുന്നാളാണ്. हर दिन मुमिन को ईद है जो एक ही गुनाह, एक ही बुराई उसके दफ्तर में फरिश्ता नहीं लिखते हैं, उस दिन उसको ईद है. हर दिन ईद ऐसे बनाने को कोशिश करो. പിന്നെയോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ പെരുന്നാൾ അൽ-യൗമുൽ ലദീ യഖ്റുജു ഫീഹി മിനദ് ദുനിയാ വഹുവ ബിൽ ഈമാൻ ഫഹുവ യൗമുൽ ഈദ്. ഒന്നാമത്തെ ആ കടമ്പ, ഒന്നാമത്തെ പെരുന്നാൾ സദാ ദിവസങ്ങളിലും ലഭ്യമായാൽ ഈ രണ്ടാമത്തെ പെരുന്നാൾ അവന് നിർബന്ധമാണ്. ഭൂമിയിൽ നിന്ന് പടിയിറങ്ങുന്ന ദിനം അവൻ ഈമാനോടുകൂടെ യാത്രയാകാനായാൽ അവനന്ന് പെരുന്നാളാണ്. മൂന്നാമത്തെ പെരുന്നാൾ അനസ് ബിൻ മാലിക് തങ്ങൾ പറയാണ്, വൽയൗമുൽ ലദീ യുജാവിസു ഫീഹി സിറാത്ത് വയഅ്മനു മിൻ അഹ്വാലി യൗമിൽ ഖിയാമ. സിറാത്ത് പാലം മുറിച്ചു കടക്കുന്നു, ഖിയാമത്ത് നാളിന്റെ ഭീകരതകളിൽ നിന്ന് അവൻ രക്ഷ നേടുന്നു. അങ്ങനെ ഒരു ദിനം അവന് വന്നാൽ അതും അവന് പെരുന്നാളാണ്. നാലാമത്തെ സുദിനം വൽയൗമുൽ ലദീ യദ്ഖുലു ഫീഹിൽ ജന്ന. ഈ 3 പെരുന്നാളും നല്ലപോലെ അവന് കിട്ടിയാൽ നാലാമത്തെ പെരുന്നാൾ ഉറപ്പ്, സ്വർഗത്തിലേക്ക് അവൻ കയറുന്ന നാൾ, അവൻ ആഘോഷ സുദിനമാണ്. എന്നാൽ ഈ 4ഉം അവനുണ്ടോ? അഞ്ചാമത്തെ പെരുന്നാൾ അവന് നിർബന്ധമാണ്. വൽയൗമുൽ ലദീ യൻദുറു ഫീഹി ഇലാ റബ്ബിഹി ഫഹുവ യൗമുൽ ഈദ്. സ്വർഗ്ഗത്തിലെത്തിയാൽ ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബിലേക്ക് നോക്കാനുള്ള തൗഫീഖാണ്. അത് കിട്ടിയാൽ അന്നും അവന് പെരുന്നാളാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സായിറേ കൂയേ ജിനാ आहिस्ता चल देख आया है कहा,
സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് നടന്നു നീങ്ങാൻ വെമ്പല് കൊള്ളുന്നവനെ ഒന്ന് ചിന്തിച്ചും ആലോചിച്ചും മെല്ലെയുമായിരിക്കണം നീ ചലിക്കേണ്ടത്. നീ ഒന്ന് നോക്കണം. ദേഖ് ആയാ ഹേ കഹാ ഇസ്തചൽ कहां आया है, यहाँ की ड्यूटी क्या है, उस जिम्मेदारी को तुमने अदा किया है या नहीं. तुम सोचो मरने के टाइम, मरने के वक्त खुदा के मुआमला क्या है उसके बारे में हरदम सोचो. മരിക്കുന്ന സമയത്ത് നിന്നോടുള്ള റബ്ബിന്റെ ഇടപാട് എന്തായിരിക്കണം എന്ന് തീരുമാനമെടുക്കേണ്ടവൻ ബുദ്ധിയുള്ള സമയത്ത് ജീവിക്കുമ്പോഴാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. जैसे जी चाहे जहां में घूम फिर रखिलदिल हक की सदा आहिस्तचल. എവിടെ നീ ചലിച്ചാലും കറങ്ങിയാലും നടന്നാലും അല്ലാഹുവിന്റെ ഹിദായത്തിനോടുള്ള ഒരു അടുപ്പവും ബന്ധവും ഹക്കിനോടുള്ള ഒരു ഇഷ്ടവും താല്പര്യവും ഹൃദയത്തിൽ കുറിക്കൂ. നിനക്ക് സ്വർഗമുണ്ട്. നിന്റെ ചലനവും ജീവിതവും അർത്ഥവത്താകുമെന്ന് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇന്ന് പെരുന്നാളാണ്. എല്ലാ നല്ല കാര്യങ്ങളിലും ശ്രദ്ധ വേണം. തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ പടച്ചവനെ ഇതുപോലെ എനിക്ക് എല്ലാ ദിവസവും തെറ്റുകളില്ലാത്ത കടപ്പാടുകളും കടമകളും പൂർണ്ണമായി നിർവഹിക്കുന്ന നല്ല മുഅ്മിനായി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കുകയും വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് വിശുദ്ധമായ ദിവസമാണ്. അറവൊക്കെ നടക്കും രാത്രി. അപ്പോ അറവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് സ്ഥലത്തുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. വളരെ വിജയകരമായി നമ്മുടെ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുപോലെ സന്തോഷങ്ങൾ പരസ്പരം കൈമാറണം. സഹോദരങ്ങളിലും സുഹൃത്തുക്കളിലും നാട്ടുകാരിലൊക്കെ ബന്ധങ്ങൾ പുതുക്കണം. മക്കളോട്, കുടുംബങ്ങളോട്, മാതാപിതാക്കളോടൊക്കെ നല്ല രൂപത്തിൽ എന്നത്തേക്കാൾ പതിവിലും കവിഞ്ഞ സ്നേഹവും വാത്സല്യവും നിങ്ങൾ കാണിക്കണം. അതാണ് പെരുന്നാൾ. പെരുന്നാൾ ഇബാദത്താണ്. ദീനിന് വെറുക്കുന്നതൊന്നും നമ്മുടെ പദ്ധതികളിൽ ഉണ്ടാകരുത്. അതെന്തായാലും ഓരോരുത്തരുടെ സന്തോഷം കണ്ടെത്താനുള്ള പാറ്റേൺ വ്യത്യസ്തമായിരിക്കും, സ്ട്രാറ്റജി വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾക്ക് വിട്ടു. പക്ഷേ ദീനിൽ അതിന് അംഗീകാരം വേണം എന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ആളുകളായി നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൽസ്വഭാവികളായി റബ്ബിന്റെ കടമകളും ബാധ്യതകളും നിർവഹിക്കുന്നവരായി ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അവരെയും നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേർത്തുകയാണ്. അല്ലാഹു അവർക്കും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജാജിമാർ അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുതുബ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പിരിയാവൂ, പോകാവൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ബലിപെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോട് കൂടെ ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് തക്ബീർ കെട്ടി ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ഇമാമിന്റെ പിറകിലാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ഇമാമിന്റെ പിറകിലാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഓരോ തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ദിക്റും चलना। हर एक तकबीर इमाम साहब के पीछे पढ़ना है, साथ नहीं पढ़ना। और उसके बीच में सुभान अल्लाह अल्हम्दुलिल्लाह वला इलाहा इल्लल्लाह वल्लाहु अकबर जिक्र भी पढ़ो। और 2 रकात है, 2 रकात के बाद छोटी 2 खुतबा होते हैं, उसके बाद है हम यहाँ से वापस जाएंगे। अब इंशाअल्लाह 2 खुतबയും കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഉറ്റവർക്ക് വേണ്ടി പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മഹല്ലിലെ കരിങ്ങനാട് കുണ്ടിലെ മുസ്തഫ എന്ന വാപ്പുവിന്റെ മകൻ ശിഹാബ് 17 വയസ്സാണ്. അപകടത്തിൽപ്പെട്ട് ദിവസങ്ങളായി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ കഴിയുന്നത്. വലിയ തുക ചികിത്സക്ക് ആവശ്യമായി വരുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അമലുകൾക്ക് ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും.